വിസ്മയയുടെ ബലഹീനതകളും ശക്തിയും തികച്ചും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ജൂഡ് ആന്റണി ഈ കഥാപാത്രത്തെ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. വിസ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ പ്രകടമായ ഒരു ഇന്നസെൻസ് ആണ്. ഒരു നിഷ്കളങ്കത അവരുടെ എല്ലാ ചലനത്തിലും സംസാരത്തിലും വളരെ പ്രകടമാണ്. അത് പലരും കാണിക്കുന്ന കൃത്രിമമായ ഒരു അതിവിനയത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. അതിനുമപ്പുറം അത് ഓർഗാനിക്കായി വരുന്ന അവരുടെ ഭാവചലനങ്ങളുടെ ഭാഗമായിരുന്നു. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈകളുടെ ചലനത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന, എത്ര മറച്ചാലും പുറത്ത് തെളിഞ്ഞു നിൽക്കുന്ന മുഖത്തെ പരിഭ്രമം, ആ പരിഭ്രമത്തെ മറച്ചു വെക്കാതെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പുഞ്ചിരി. സത്യത്തിൽ ആ ഇന്നസെൻസ് പൂർണ്ണമായും തുടക്കം എന്ന സിനിമയിൽ അവരുടെ കഥാപാത്രത്തിന് വേണ്ടി ജൂഡ് ആന്റണി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദി ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞ പോലെ അയൽപക്കത്തുള്ള ഒരു പെൺകുട്ടിയുടെ, ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു മകളുടെ ഒരു അടുപ്പം പ്രേക്ഷകരിലേക്ക് തുടക്കത്തിൽ തന്നെ എത്തിക്കാൻ ഈ സിനിമയിലൂടെ വിസ്മയയ്ക്ക് സാധിക്കുന്നുണ്ട്.